സുഹൃത്തുക്കളെ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിഷയം? എല്ലാവർക്കും സുഖം. അപ്പൊ നമ്മൾ എന്നുള്ളത് വയനാട് ജില്ലയില് തവിഞ്ഞാൽ പഞ്ചായത്തിലുള്ളത്. ഇവിടെ നമ്മൾ ഇതാണല്ലേ ഒരു ഫോറസ്റ്റ് ആംബിയൻസിലാണ് ഇപ്പൊ നമ്മളുള്ളത്. നമ്മളൊരു വീട് നോക്കാൻ വേണ്ടിട്ട് പോവാണ്. വീടിന്റെ തുറന്നുള്ള വീടുകൾ എല്ലാവരും കാണുക. പിന്നെ അപ്പോൾ ആ നല്ല അടിപൊളിയായിട്ട് ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിക്ക് പോകുന്ന വഴിയിൽ. ടൗണിൽ നിന്നാണെങ്കിലും അതുപോലെ മെയിൻ റോഡും വലിയ ടാർ റോഡും കാര്യങ്ങളൊക്കെ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. നല്ല റോഡുകൾ കാണുന്നുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ. നല്ല അടിപൊളി ആംബിയൻസോട് കൂടിയുള്ള ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. തുടർന്നുള്ള വീഡിയോ കാണുക. താല്പര്യമുള്ള ആളുകൾ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ ഹൈവേയിൽ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ അത് മുനീശ്വരൻ കുന്ന് റോഡ്. അതായത് ഇവിടെ മാനന്തവാടി ഏരിയയിൽ തന്നെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് മുനീശ്വരൻ കുന്ന്. രണ്ട് വഴിയുണ്ട്. ഒരു വഴി ഈ ഒരു വഴി മക്കിമല എന്ന പ്രദേശത്തെല്ലാം പോകുന്ന ഒരു വഴിയാണിത്. നല്ല ഫോറസ്റ്റ് ആംബിയൻസിലൂടെയുള്ള വഴിയാണ്. അടിപൊളിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ ആണ് നമ്മളൊരു പ്രോപ്പർട്ടി പറഞ്ഞ ഒരു 1800 സ്ക്വയർ ഫീറ്റും വീടും അതുപോലെ നല്ലൊരു രസമുള്ള ചുറ്റുപാടുകളൊക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലൊക്കെ പോകുന്നത്. ആ പോകുന്ന വഴിയിലാണ് ഈ ഒരു ചെക്ക് ഡാം ഉള്ളത്. ചെറിയൊരു ചെക്ക് ഡാം, ആളുകൾ കുളിക്കാനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ എല്ലാ പർപ്പസിനും പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ചെറിയൊരു ഒരു ചെറിയൊരു പുഴ. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം നമ്മൾ വീടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു ഹൈവേ, മിനി ഹൈവേയിൽ നിന്നും നമ്മൾ നേരെ എൻട്രൻസ് നമ്മളെ പ്രോപ്പർട്ടിയിലേക്കാണ്. ഒരു വലിയ പഴക്കമൊന്നുമില്ലാത്ത നല്ലൊരു അടിപൊളി ഒരു വീട്. ഈ കാണുന്ന പോലെ തന്നെ ഫ്രണ്ടിലെ കോമ്പൗണ്ടും കാര്യങ്ങളും റോഡിനോട് ടച്ചായിട്ട് നമ്മളെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഒരു 3 BHK നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു 3 BHK ഹൗസാണ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇതിന് ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഏകദേശം ചെറിയ രീതിയിലൊക്കെ നെഗോസിയേഷൻ എല്ലാം കാര്യങ്ങളൊക്കെ നടക്കും. ബൗണ്ടറി വാളെല്ലാം കെട്ടി, ബൗണ്ടറിയിൽ സാധനങ്ങളൊക്കെ കെട്ടി കൃത്യമായിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യുക. കാർ പോർച്ച് ഉണ്ട്. കാർ പോർച്ച് കഴിഞ്ഞ പാടും നല്ല കിടിലനായിട്ടുള്ള അടിപൊളി വിശാലമായ ഒരു സിറ്റ് ഔട്ട്, നല്ല അടിപൊളിയായിട്ടുള്ള ടൈലൊക്കെ വിരിച്ച് നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ കയറുന്നത് ഹാളിലേക്കാണ്. ഹാളിൽ നല്ല സ്പേഷ്യസുമാണ്. മാത്രമല്ല നല്ല സൗകര്യമുണ്ട് ഹാളിൽ. ഒരാളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഹാൾ സൗകര്യമാണ്. കാരണം ആളുകളും പുറത്തുനിന്നുള്ള ആളുകളും സുഹൃത്തുക്കളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഹാളിൽ തന്നെ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് ബേസിനുണ്ട്. അതുപോലെ ഡൈനിങ്ങിനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ട്. ഒരു TV യൂണിറ്റ് വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം. എല്ലാ വർക്കും കാര്യങ്ങളും കഴിഞ്ഞൊരു ബെഡ്റൂമാണ്. അടിപൊളി കാണാനൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തുറന്ന് കാണുന്നില്ല. നമ്മൾ തൊട്ടടുത്ത റൂമിലേക്ക് നമുക്ക് പോയേക്കാം. ഓക്കെ. അത് കഴിഞ്ഞോടെ അതിന് നേരെ ഓപ്പോസിറ്റാണ് അടുത്ത റൂമുള്ളത്. ഈ അടുത്ത റൂം ഇതുപോലെ തന്നെ ഏകദേശം ഇതേ ഒരു ലെവലിൽ തന്നെയാണ് ഉള്ളത്. അതിൽ തന്നെ ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നല്ല അടിപൊളിയായിട്ടുണ്ട്. കാണാനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ വർക്കും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് അടുക്കളയിലേക്ക് പോകുന്ന ആ റൂമിനോട് ചേർന്നായിട്ട് ചെറിയൊരു ബെഡ്റൂമും കാര്യങ്ങളും ഉണ്ട്. അതിൽ പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ഇല്ല. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നു. അടുക്കളയിൽ നല്ല വിശാലമായ സൗകര്യം, സ്റ്റോർ, എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു സ്റ്റോർ റൂമുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ചെറിയൊരു സ്റ്റോർ റൂമാണ്. ഓക്കെ. ചെറിയൊരു സ്റ്റോർ റൂം കാര്യങ്ങൾ. പിന്നെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്ക് ഏരിയയിൽ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂം അറ്റാച്ച്. അതുപോലെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. ഓക്കെ. അതിനുശേഷമാണ് നമ്മൾ മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഫ്രണ്ടിലേക്കാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു പീഡിയ റൂമോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഷട്ടർ റൂമൊക്കെ ചെയ്യാൻ സെറ്റപ്പായിട്ടുള്ള ഒരു ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ നമുക്ക് ബാക്ക് കാര്യങ്ങളൊക്കെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. 20 സെൻറ്റ് സ്ഥലം കൃത്യമായിട്ട് നല്ല തിരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ലെവൽ ഭൂമിയാണ്. ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ആളുകളൊക്കെ താമസിക്കുന്ന ഒരു
ഏരിയ കൂടിയാണ്. ഒരു എന്താ പറയുക, പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹോം സ്റ്റേ എടുത്തിട്ട് ഒരു ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നല്ല ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. കാരണം ആക്സസിബിലിറ്റി അത്ര അടുത്താണ്. ഹൈവേ റോഡിൽ നിന്ന് നമുക്ക് അത്ര ദൂരമേ ഉള്ളൂ. ഏകദേശം ഹൈവേയിൽ നിന്ന് നമുക്കൊരു ഏകദേശം 1.5 കിലോമീറ്റർ ഹൈവേയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ